സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഐസോമെറിസത്തിൻ്റെ ഒരു പ്രാക്ടീസ് സെഷൻ തരാം. വളരെ സിമ്പിളായിട്ട് ഇവിടെ കുറേ കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ വളരെ കുറേ കോമ്പൗണ്ടുകൾ 1 2 3 4 5 6 6 കോമ്പൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 6 കോമ്പൗണ്ട് തന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ഐസോമേഴ്സ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അപ്പോഴേ ഐസോമേഴ്സിൻ്റെ ഡെഫിനിഷൻ ആലോചിക്കുക. എന്താണ് ഐസോമേഴ്സിൻ്റെ ഡെഫിനിഷൻ? ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല. യെസ്, ഐസോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുലയൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഇതിനകത്ത് എല്ലാവരുടെയും മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കിയിട്ട് അതിൽ സെയിം ആരൊക്കെയാണെന്ന് നോക്കിയാൽ പോരെ. അപ്പം ഐസോമേഴ്സിനെ എപ്പോഴെങ്കിലും നിങ്ങളത് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയും എഴുതി നോക്കുക. സെയിം ആയിട്ട് വരുന്ന മോളിക്കുലാർ ഫോർമുല ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ എന്തായിരിക്കും? ഐസോമേഴ്സ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം, ഓരോരുത്തരുടെ മോളിക്കുലാർ ഫോർമുല നോക്കാം. 1 2 3 4 5 C5 1 3 3 2 5 5 3. നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിത് പെട്ടെന്ന് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതി പോവാം. 1 2 H12 1 2 3 C3 H8. ഓക്കെ, 1 2 3 4 5 1 2 3 1 2 3 4 1 2 3 4. ഓക്കെ, ഞാനിതിൻ്റെ കെമിക്കൽ ഫോർമുലയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യാം. ഇനി ആരൊക്കെയാണ് ഐസോമേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? സെയിം മോളിക്കുലർ ഫോർമുല ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. നോക്ക്, C5 വെച്ചിട്ടുള്ളൂ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? യെസ്, C5 വെച്ചിട്ടുള്ളൂ. അതിനർത്ഥം ഈ 2 കോമ്പൗണ്ടുകൾ എന്താണ്? ഐസോമേഴ്സ് ആണ്. ഓക്കെ, C3H8. യെസ്, C3H8. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എന്താണ്? ഐസോമേഴ്സ് ആണ്. സിമ്പിൾ. സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ള ആൾക്കാരെല്ലാം എന്തായിരിക്കും? ഐസോമേഴ്സ് ആയിരിക്കും. C4H9Cl ഇവർ രണ്ടുപേരും എന്താണ്? ഐസോമേഴ്സ് ആണ്. സിമ്പിൾ. അപ്പോൾ 2 കോമ്പൗണ്ടുകൾ തന്നിട്ട് അവർ ഐസോമർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അവരുടെ മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കിയാൽ മതി. നമുക്കിനി ഐസോമറുകളിലേക്ക് മുമ്പോട്ട് പോകാം. ഐസോമറിസം 4 ടൈപ്പ് ഉണ്ട്. ഐസോമറിസം നമുക്ക് എത്ര ടൈപ്പ് പഠിക്കാനുണ്ട്? 4 ടൈപ്പ് പഠിക്കാനുണ്ട്. സോ ഐസോമറിസം എന്ന് പറയുമ്പോൾ അവിടെ ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്, പൊസിഷൻ ഐസോമറിസം ഉണ്ട്, ചെയിൻ ഐസോമറിസം ഉണ്ട്, മെറ്റാമറിസം ഉണ്ട്. സോ ഐസോമറിസം 4 ടൈപ്പ് ഉണ്ട്. ഫങ്ഷണൽ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ചെയിൻ ഐസോമറിസം ആൻഡ് മെറ്റാമറിസം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ, നോട്ട് ചെയ്ത് മാത്രം പോവാം. ഇനി നമുക്ക് ഓരോ ഐസോമറിസമായിട്ട് പറഞ്ഞു പോവാം. ആദ്യം നമ്മൾ എന്താ നോക്കാൻ പോകണേ? ഫങ്ഷണൽ ഐസോമറിസം നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഫങ്ഷണൽ ഐസോമറിസം എന്ന് നോക്കാം. ഐസോമറിസം എന്തായിരുന്നു? സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതല്ലേ ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡെഫിനിഷൻ, സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം മോളിക്കുലാർ ഫോർമുല. ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഡിഫറൻസ് ആയിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫങ്ഷണൽ ഐസോമർസം എന്ന് വിളിക്കുക. നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കോമ്പൗണ്ടുകൾ കാണാൻ പറ്റും. ഒന്ന് ദാണ്ടെ CH3 CH3 CH2OH. ഇവൻ്റെ പേരെന്താ? ഇവൻ്റെ പേര് പ്രൊപ്പനോളാണ്. ഇവൻ്റെ പേരെന്താ? മെത്ത് എത്ത് പ്രൊപ്പ് അല്ലേ? എത്ത് മെത്ത് എത്ത് മെത്തോക്സി ഈതെയിൻ. ഓക്കെ, നിങ്ങൾക്ക് 2 കോമ്പൗണ്ടുകൾ കാണാൻ പറ്റും. ഈ 2 കോമ്പൗണ്ട് വേറെ കോമ്പൗണ്ടാണ്. രണ്ടിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വേറെയാണ്. ഇതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. ഇതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. ഇതിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പാണ്. പക്ഷേ സ്റ്റിൽ ഇവരുടെ മോളിക്കുലാർ ഫോർമുല നോക്കേ, നിങ്ങൾ എണ്ണി നോക്കുക, സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കുക. ഇവരുടെ മോളിക്കുലാർ ഫോർമുല സ്റ്റിൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, ബട്ട് ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, മോളിക്കുലാർ ഫോമുല സെയിം ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ് OHും Oയും. അതായത് ആൽക്കോക്സി ഗ്രൂപ്പും ഹൈഡ്രോക്സി ഗ്രൂപ്പും തമ്മിൽ എപ്പോഴും എന്ത് കാണിക്കും? ഫങ്ഷണൽ ഐസോമർസം കാണിക്കും. അതായത് ഒരേ നമ്പർ ഓഫ് കാർബൺ ഉള്ള ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരയ്ക്കാം, 4 കാർബൺ ഉള്ള OH ഉള്ളൊരു ഇത് വരയ്ക്കാം, അതായത് ബ്യൂട്ടനോൾ. 4 കാർബൺ തന്നെ ഉള്ള ഉള്ള ആൽക്കോക്സി ഗ്രൂപ്പ് ഉള്ളൊരു കോമ്പൗണ്ട് നിങ്ങൾ വരച്ചു നോക്കുക. എന്നിട്ട് രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോമുല എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആ മോളിക്കുലാർ ഫോമുല സെയിം തന്നെ ആയിരിക്കും. അതാണ് പറഞ്ഞത്, ആൽക്കോക്സി ഗ്രൂപ്പും ഹൈഡ്രോക്സി ഗ്രൂപ്പും തമ്മിൽ എപ്പോഴും എന്ത് കാണിക്കും? ഫങ്ഷണൽ ഐസോമർസം കാണിക്കും. ആൽക്കോക്സി ഗ്രൂപ്പും ഹൈഡ്രോക്സി ഗ്രൂപ്പും തമ്മിൽ എപ്പോഴും എന്ത് കാണിക്കും? ഫങ്ഷണൽ ഐസോമർസം കാണിക്കും. അപ്പോൾ നിങ്ങൾ കാർബൺ എണ്ണ സെയിം ആണ്, ഒരെണ്ണത്തിൽ OHും ഒരെണ്ണത്തിൽ Oയും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മോളിക്കുലാർ ഫോമുല എണ്ണി നോക്കിക്കോ, 100% അത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, OH എന്ന് പറയുന്ന ആളും O എന്ന് പറയുന്ന ആളും തമ്മിൽ എന്ത് കാണിക്കും? ഫങ്ഷണൽ ഐസോമർസം കാണിക്കും. ഇവർ രണ്ടുപേരുള്ള കോമ്പൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇവർ രണ്ടുപേരുടെയും ഉള്ള കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ എണ്ണം സെയിം ആണെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ നോക്കിക്കോ, മോളിക്കുലർ ഫോമുല കംപ്ലീറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേമാതിരി തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഹൈഡ്രോക്സിയും ആൽക്കോക്സിനെയും പോലെ തന്നെ വേറൊരാൾ ഇതേപോലെ ഫങ്ഷണൽ ഐസോമർസം കാണിക്കും. അതാണ് ആൽഡിഹൈഡും കീറ്റോണും. എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കീറ്റോൺ? ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO വരുന്ന ഗ്രൂപ്പ്, കീറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO വരുന്ന ഗ്രൂപ്പ്. ഇവർ രണ്ടുപേരുടെയും ഉള്ള കോമ്പൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാർബൺ എണ്ണ സെയിം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോളിക്കുലർ ഫോമുലയും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറയാണ്, ഞാൻ 4 കാർബണുള്ള കീറ്റോണും ആൽഡിഹൈഡും വരയ്ക്കാൻ പോകണം. 4 കാർബണുള്ള കീറ്റോൺ ആദ്യം ആൽഡിഹൈഡ് വരയ്ക്കാം. 1 2 3 4. ഇതിനകത്ത് അവസാനത്തെ ഞാൻ CHO ആയി കൊടുക്കുന്നു. CH3 CH2 CH2. ഇനി 4 കാർബണുള്ള കീറ്റോൺ ഞാൻ വരയ്ക്കാൻ പോകും. 1 2 3 4. കീറ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നടുക്ക് മാത്രമേ ഫങ്ഷണൽ ഗ്രൂപ്പ് വരത്തുള്ളൂ, അറ്റത്തൊരിക്കലും വരില്ല. അപ്പോൾ നടുക്ക് ഏതെങ്കിലും ഒരു കാർബണിൽ O ഇട്ട് കൊടുക്കുക. ഏതിന് O ഇട്ട് കൊടുത്തു? ഓക്കെ, CH3 CH2 CH3. ഇതിൻ്റെ രണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല എടുത്തു. ഓക്കെ, 1 2 3 4. C4 3 2 5 5 2 7 7 1 8 H8O. 1 2 3 4. C4 3 2 5 5 2 5 3 8 H8O. കണ്ടോ, സെയിം മോളിക്കുലർ ഫോമുല ആയിരിക്കും. കണ്ടോ, അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ഫങ്ഷണൽ ഐസോമർസം കാണിക്കാൻ പറ്റും. എന്താണ് ഫങ്ഷണൽ ഐസോമർസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കെ മോളിക്കുലർ ഫോമുല എപ്പോഴും സെയിം ആയിരിക്കും. ഒന്നുകൂടെ പറയാം, മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ആൽഡിഹൈഡ് ഉള്ളൊരു സാധനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ നേരെ എന്ത് എഴുതിയാൽ മതി? അത്രയും കാർബൺ വെച്ചുള്ളൊരു കീറ്റോൺ അങ്ങ് എഴുതിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ O തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും കാർബണുള്ള OH ഉള്ള സാധനം വെച്ച് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷണൽ ഐസോമർസം കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഈ ആൽഡിഹൈഡ് എഴുതിയപ്പോഴത്തേക്കും അതിൻ്റെ കെമിക്കൽ ഫോമുല എങ്ങനെയാണ് വന്നത്? കാർബൺ എണ്ണത്തിൻ്റെ നേരെ ഇരട്ടിയാണ് ഹൈഡ്രജൻ എണ്ണം വന്നത് അല്ലേ? CN എൻ്റെ ഇരട്ടി H2NO. കണ്ടോ, ഇവിടെ സെയിം തന്നെ വരുന്നത്. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും വരുമ്പോഴത്തേക്കും അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് 2 കെമിക്കൽ ഫോമുല അന്ന് വിചാരിക്കുക. C4H8O C4H10O. നിങ്ങളത് 2 കെമിക്കൽ ഫോമുല തന്നിട്ട് ഇതിലേതാണ് ആൽഡിഹൈഡിൻ്റെ കീറ്റോണിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുക, കാർബൺ എണ്ണത്തിൻ്റെ ഇരട്ടിയാണോ ഇത്? യെസ്, C4H8O. കാർബൺ എണ്ണത്തിൻ്റെ ഇരട്ടിയാണെങ്കിൽ അയാൾ ഒന്നെങ്കിൽ ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ആയിരിക്കും. ഞാൻ ഓയും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടേ. അപ്പോൾ C4H8O കാർബൺ എണ്ണത്തിൻ്റെ നേരെ ഇരട്ടിയാണ് ഹൈഡ്രജൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഓയും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആൽഡിഹൈഡോ കീറ്റോണോ ആയിരിക്കും. ഇനി ഇവിടെ C4H10 ഇരട്ടിയുടെ കൂടെ 2 കൂട്ടി അല്ലേ, 4ൻ്റെ ഇരട്ടി 8, 8 + 2 10. അപ്പോൾ 2 കൂട്ടുമ്പോഴാണ് ഹൈഡ്രജൻ എണ്ണം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആൽക്കോക്സി ഗ്രൂപ്പോ ഹൈഡ്രോക്സി ഗ്രൂപ്പോ ആയിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാർബൺ എണ്ണത്തിൻ്റെ നേരെ ഇരട്ടിയാണ് ഹൈഡ്രജൻ എണ്ണം വരുന്നതെന്നുണ്ടെങ്കിൽ അതിലൂടെ ഓയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും CHO ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ CO ആയിരിക്കും. 4 നേരെ ഇരട്ടിയുടെ കൂടെ 2 കൂട്ടുന്നു C4H10O. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും? ആൽക്കോക്സി അല്ലെങ്കിൽ OH ആയിരിക്കും.
ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. C5H10 പറ, ഇത് ആൽഡിഹൈഡ് ആണോ, കീറ്റോൺ ആണോ, ആൽക്കോക്സി ആണോ, ഹൈഡ്രോക്സി ആണോ? യെസ്, 5ൻ്റെ നേരെ ഇരട്ടിയാണ് 10. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഒന്നെങ്കിൽ അത് ആൽഡിഹൈഡ് ആവും, അല്ലെങ്കിൽ അത് കീറ്റോൺ ആവാം. ഓക്കെ, C6H14O 6ൻ്റെ നേരെ ഇരട്ടിയാണോ 14? അല്ല, 6ൻ്റെ ഇരട്ടി 12, 12 + 2 ആണ് 14. സോ ഇത് ഉറപ്പായിട്ടും ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. പല പല ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടീസ് സെഷൻ വരുമ്പോഴത്തേക്കും ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ പ്രത്യേകം ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഫങ്ഷണൽ ഐസോമേഴ്സ് ഷോ ചെയ്യാൻ പറ്റുന്നത് ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ, അവർ രണ്ടുപേരും പരസ്പരം. അതേപോലെ ആൽക്കോക്സിയും ഹൈഡ്രോക്സിയും തമ്മിൽ. ഇനി ഇവരെ മോളിക്കുലർ ഫോർമുല വെച്ച് മാത്രം എങ്ങനെ തിരിച്ചറിയാം? കാർബണിൻ്റെ നേരെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആൽഡിഹൈഡോ കീറ്റോണോ ആയിരിക്കും. കാർബണിൻ്റെ നേരെ ഇരട്ടിയുടെ കൂടെ 2 കൂട്ടുമ്പോഴാണ് ഹൈഡ്രജൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഹൈഡ്രോക്സി അല്ലെങ്കിൽ ആൽക്കോക്സി ആയിരിക്കും. ഓക്കെ, എന്താണ് ഫങ്ഷണൽ ഐസോമർ? സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ.